ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പഞ്ചസാര തീരെ ചേർക്കേണ്ടാത്ത കുറച്ച് ഹെൽത്തി ഡ്രിങ്ക്സും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡും കൂടിയാണ് കാണിക്കുന്നത്. അതിൽ നമ്മൾ പഞ്ചസാര തീരെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഓരോന്നും പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുരു കളഞ്ഞിട്ടുള്ള ഡേറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ്സിലേക്ക് ഏകദേശം 4 ഡേറ്റ്സ് എന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ഗ്ലാസ്സാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ 8 ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മധുരം കുറച്ച് കൂടിയ ഡേറ്റ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ കുറവിട്ട് കൊടുത്താലും മതി. ഇനി ഇത് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. തിളപ്പിച്ച പാല് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് വേണം നമ്മളിതിനെ എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ അരച്ചെടുത്തത് തണുത്ത 2 കപ്പ് പാലിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇനി ഇതിനകത്ത് മധുരമൊന്നും തീരെ ഇടേണ്ട ആവശ്യമില്ല. നല്ല മധുരം ഉണ്ടായിരിക്കും. ഇനി ഈ തയ്യാറാക്കിയ പാല് ഒന്നുകൂടെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. അതിനുശേഷം ബാക്കി ചേരുവകളൊക്കെ നമ്മൾ തയ്യാറാക്കി വരുന്ന സമയത്ത് ഇത് പുറത്തെടുത്താൽ മതി. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൽ നമ്മളിത് വറുത്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി വേണ്ടത് അവിലാണ്. ഞാനിവിടെ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് കട്ടി കുറഞ്ഞ അവിലെടുക്കരുത്. അപ്പോൾ അത് നമ്മൾ പാലിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും. 250 ml കപ്പിൽ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയ തീയിൽ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ആകുമ്പോൾ കളറൊക്കെ കുറേശ്ശെ മാറി വരാനായിട്ട് തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, കയ്യിൽ നമ്മൾ പിടിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ അവിൽ ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാനിൻ്റെ ഒരു സൈഡിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അതിനുശേഷം 1/2 കപ്പ് വറുത്ത തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നിലക്കടല എന്ന് പറയുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ നിലക്കടല വറുക്കാത്തതാണ് ഉള്ളതെങ്കിൽ അവിലെ പാനിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നിലക്കടല അതിനകത്തേക്കിട്ട് വറുത്ത് തൊലി കളഞ്ഞെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി വറുത്തതും തൊലി കളഞ്ഞതൊക്കെയാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക് മാത്രം ഫ്ലെയിം വെച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടേസ്റ്റ് ഒന്ന് കൂടാനായിട്ട് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം അവിൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ അവിലൊക്കെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കുമ്പോൾ ഇതേപോലെ പൊടിഞ്ഞു പോകും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതുപോലെ ഫ്രൈ ആയിട്ടുള്ള അവിൽ മിൽക്കിലിടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് നാടൻ ചെറുപഴമാണ്. ചെറുപഴം കുറച്ചധികം എടുക്കാം. ഒരു ഗ്ലാസ്സിന് ഏകദേശം 3 എണ്ണമൊക്കെ വെച്ചെടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നല്ല പോലെ ഉടച്ചെടുക്കുക. മിക്സിയിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉടച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഞാനിവിടെ പഴമെല്ലാം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഡേറ്റ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് നേരെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പഴവും പാലും എല്ലാം കൂടെ വീണ്ടും നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ ഉടച്ചെടുത്ത പഴവും അവിലും നട്ട്സും ഒക്കെ ലെയറാക്കിയിട്ട് ഗ്ലാസ്സിലിട്ടിട്ട് ഏറ്റവും ലാസ്റ്റ് പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയല്ല തയ്യാറാക്കുന്നത്. പാലും പഴവും എല്ലാം കൂടെ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവിൽ നിന്ന് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു പകുതി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ബാക്കി പകുതി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടാനും മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനുമായിട്ട് മാറ്റി വയ്ക്കുക. കുറച്ച് നിലക്കടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഇത് വെക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മളിത് സെർവ് ചെയ്യണം. അവിൽ കുറച്ച് ക്രിസ്പി ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഒരുപാട് നേരത്തെ ഇത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിലൊക്കെ ഭയങ്കരമായിട്ട് കുതിർന്നു പോവും. അപ്പോൾ പിന്നെ അത്രയും ടേസ്റ്റ് കാണത്തില്ല. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾക്ക് അവിലും നട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് മുകളിൽ കുറച്ചും കൂടെ നട്ട്സ് വെതറി ഇത് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഇതിനകത്ത് തീരെ പഞ്ചസാരയോ ഹണിയോ ശർക്കരയോ ഇതൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണിത്. ഇനി നമ്മൾക്ക് അടുത്ത ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനകത്ത് നമ്മൾ ഡേറ്റ്സ് ഇടുന്നുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് തണുത്ത കട്ടൻ കാപ്പി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ച ഡേറ്റ്സും പാലും കൂടിയിട്ടുള്ള മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് കോഫി തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്ത ഡ്രിങ്ക് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ഒരു സ്മൂത്തിയാണ്. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒരു റോബസ്റ്റ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 4 or 5 കുരുകളഞ്ഞ ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഏലയ്ക്ക, കുറച്ച് തണുത്ത പാല്, ഇത്രയും കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മുകളിൽ കുറച്ച് നട്ട്സും കൂടെ വെതറി കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള മറ്റൊരു ഡ്രിങ്ക് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾക്ക് സമ്മറിൽ കുടിക്കാൻ നല്ല ഡ്രിങ്ക്സാണ്. ഇനി അവക്കാഡോ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം.
അതിനായിട്ട് ഒരു അവക്കാഡോ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം മാത്രം സ്പൂൺ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തണുത്ത പാലും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നല്ലപോലെ അടിച്ചെടുക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ഹണിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മുകളിൽ കുറച്ച് നട്ട്സും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവക്കാഡോ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തി തയ്യാറായി. അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. കസ്റ്റാർഡ് പൗഡറോ ഷുഗറോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സലാഡാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് മക്കാനയാണ് ഇട്ട് കൊടുക്കുന്നത്. താമര വിത്ത് എന്നൊക്കെ പറയുന്നതാണ്. 250 ml കപ്പിൽ 3 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 4-5 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് ബദാമാണ്. ഇത് തൊലി കളഞ്ഞ ബദാമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കുരു കളഞ്ഞ ഡേറ്റ്സാണ്. 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു നുള്ള കുങ്കുമപ്പൂവാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഏലക്കയുടെ ഉള്ളിലത്തെ സീഡ് മാത്രമായിട്ടുള്ളതാണ്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പാലാണ്. നല്ല ചൂട് പാല് തന്നെ വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. 3 കപ്പ് ചൂട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി വയ്ക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് കുതിർന്ന് വരണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി വെക്കുന്നത്. ഇനി ബദാമിൻ്റെ തൊലി കളയാത്തവരാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് തൊലി കളഞ്ഞ് നേരെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ഫ്രൂട്ട്സ് എല്ലാം ശരിയാക്കി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം ഇവിടെ ഗ്രേപ്സ് അരിഞ്ഞത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് മാങ്ങയാണ്. എല്ലാം ഓരോ കപ്പ് വീതമാണ് എടുക്കുന്നത്. പഴം അരിഞ്ഞത് 1 കപ്പ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ആപ്പിൾ അരിഞ്ഞത് 1 കപ്പ്. പിന്നെ 1 കപ്പ് പൊമഗ്രാനറ്റും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടും കൂടെ മാറ്റി വയ്ക്കുക. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ കുതിരാനായിട്ട് ഇട്ട് വെച്ചത് നല്ലപോലെ കുതിർന്ന് വന്ന് കാണും. അതിൻ്റെ ചൂട് മാറിക്കാണും. എല്ലാം കൂടെ നേരെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പാലും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഇതിനകത്ത് ഡേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ വേറെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല മധുരം ഉണ്ടായിരിക്കും. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പഞ്ചസാരയോ ഹണിയോ കസ്റ്റാർഡ് പൗഡറോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡും കൂടിയാണിത്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ സബ്ജ സീഡ്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇതൊന്ന് കുതിർന്ന് വരണം. അത്രയും സമയം ഇതൊന്ന് മാറ്റി വയ്ക്കാം. സബ്ജ സീഡ്സ് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ഇനി 2 ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. 2 ആപ്പിളും ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആപ്പിളെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ച സബ്ജ സീഡ്സും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. കുറച്ച് നട്ട്സും കൂടി ഇട്ടിട്ട് ഈ ഡ്രിങ്കും സെർവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് ഏതാണെന്ന് നോക്കാം. അടുത്തത് ഇനി മാങ്ങ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് നന്നായി പഴുത്ത മാങ്ങയും കുറച്ച് ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കുക. ഇനി തണുത്ത പാലും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ ഹണിയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങയുടെയും ഡേറ്റ്സിൻ്റെയും തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കും. ഇനി ഇതും ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്